നമ്മളിപ്പം ദേഹശുദ്ധി ചെയ്ത് ശംഖുപൂരണം കഴിഞ്ഞ് ഇനി പൂജ തുടങ്ങുകയാണ്. ഇപ്പോൾ പത്മമിട്ടുള്ള കളമിട്ടുള്ള പൂജയാണെങ്കിൽ, അല്ലെങ്കിൽ ഗണപതി ഹോമം തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ വിശേഷ പൂജകൾക്ക് ഗുരുവിനെയും ഗണപതിയും പൂജിക്കുക. ഗുരു ഗണപതി പൂജ ചെയ്യണം. അപ്പം ഗുരു ഗണപതി പൂജ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശംഖിൽ ജലമെടുത്ത് ആദ്യം ഗുരുവിന് വിളക്ക് വെച്ചിട്ടുണ്ട്, ഗണപതിക്ക് വിളക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ തളിച്ച് ഇവിടെ ഗുരുവിന് പീഠം വയ്ക്കുക. പീഠം വെച്ചതിലേക്കകത്ത് കുറുമ്പുല്ലും അക്ഷതമാണ് പീഠം എന്ന് പറയുന്നത്. ഗണപതിക്ക് മുന്നിൽ തളിച്ച് മെഴുകുക. അപ്പം ആവോഷ്ടാദി മന്ത്രം കൊണ്ട് നമ്മൾ 3 പ്രാവശ്യം രണ്ടത്തും തളിച്ച്, ആവോഷ്ടാദി മന്ത്രം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആവോഷ്ടാമയോ ഭുവസ്ഥാന ഉജേതദാന മഹേരണ ചക്ഷസ യോഗ ശിവതമോ മനസസ്തസ്യ വാചയതേ ഹരശതീരോ മാതരഃ ഓം തസ്മാദരംഗമാവോസ്യ ക്ഷയജനകാവോരര താജനഃ. എന്നിട്ട് ഗുരുവിൻ്റെ പീഠത്തിൽ എല്ലാം കൂട്ടിയെടുത്ത് ചന്ദനവും പുഷ്പമെല്ലാം കൂടി ഓം ഗും ഗുരുഭ്യോ നമഃ പ്രാവശ്യം ജപിച്ചിട്ട് ഒരു പീഠത്തിൽ വയ്ക്കുക. ഗണപതിയുടെ മുന്നിൽ തളിച്ചിട്ട് ഇവിടെ ആദ്യം ഇച്ചിരി പുഷ്പാക്ഷരങ്ങൾ ഇട്ടിട്ട് പിന്നെ പുഷ്പ അക്ഷരങ്ങൾ ചന്ദനവും ജലവും ചേർത്തിട്ട് 8 പ്രാവശ്യം മൂലഗണപതി മന്ത്രം കൊണ്ട് ജപിച്ചിട്ട് ഈ പീഠത്തിൽ സമർപ്പിക്കുക. ശേഷം ജലഗന്ധ പുഷ്പ ധൂപദീപം കൊണ്ട് പൂജിക്കുക. ഗുരുവിന് ഓം ഗം ഗുരുഭ്യോ നമഃ, ഗണപതിക്ക് ഓം ഗം ഗണപതയേ നമഃ. ഗന്ധം ചന്ദനം എടുത്തിട്ട് ഗുരുഭ്യോ ഗണപതയേ നമഃ. ശേഷം ഓം നമാണ് ഓരോ ജലം കൊടുക്കുക. ഓം ഗം ഗുരുഭ്യോ നമഃ, ഓം ഗം ഗുരുഭ്യോ നമഃ, ഓം ഗം ഗുരുഭ്യോ നമഃ, ഓം ഗം ഗണപതയേ നമഃ, ഓം ഗം ഗണപതയേ നമഃ, ഓം ഗം ഗണപതയേ നമഃ. ഓം നമാണ് ജലം കൊടുത്ത് ധൂപമുദ്ര കാണിച്ച് വീണ്ടും ജലം കൊടുത്ത് ദീപമുദ്ര കാണിച്ച് ഓരോ ജലം കൊടുത്ത് ഓം ഗം ഗുരുഭ്യോ നമഃ 3 പ്രാവശ്യം ജലം കൊണ്ട് വസിച്ച്. ഇത്രയും കഴിഞ്ഞാൽ ശംഖിനകത്ത് അർഘ്യം കൊടുക്കാൻ വേണ്ടി ജലം, അക്ഷതം, ഒരു തുളസി ഇലയിട്ടിട്ട് ഓം സർവരസമായ അർഘ്യം സമർപ്പയാമി എന്ന് പറഞ്ഞ് പീഠത്തിൽ ഗുരുവിൻ്റെ ഇതിൽ സമർപ്പിക്കുക. ഓം സർവരസമായ അർഘ്യം സമർപ്പയാമി. ശംഖ വയ്ക്കുക. ഓം ഗും ഗുരുഭ്യോ നമഃ 3 പ്രാവശ്യം പുഷ്പിടുക. എന്നിട്ട് ചന്ദനത്തിൽ മുത്ത് പഞ്ചോപചാര മുദ്ര കാണിക്കുക. വീണ്ടും ഒരു പുഷ്പം ആർച്ചിച്ച് അഭിവാദ്യം ചെയ്ത് 8 ജപിച്ച് ഒന്ന് ശിരസിച്ചുള്ള ഗുരുവിൻ്റെ വിളക്കിൽ ഒരു പുഷ്പം ചാർത്താം. ഗണപതിക്ക് ഉച്ചയ്ക്ക് നിവേദ്യം എടുത്ത് അത് ഉപസ്തരിച്ച് നെയ്യ് കൊണ്ട് 2 പ്രാവശ്യം ഗായത്രി മന്ത്രം കൊണ്ട് ഉപസ്തരിക്കുക. ഉപസ്തരിച്ച് അസ്ത്രമന്ത്രം കൊണ്ട് പുഷ്പം ഒഴിഞ്ഞ് കളഞ്ഞ് ഓം പെട്ടെന്ന് തളിച്ച് മൂലമന്ത്രം കൊണ്ട് പുഷ്പം ഇട്ട് 3 പ്രാവശ്യം വീതം ജലഗന്ധ പുഷ്പം ഓം ഗം ഗണപതയേ നമഃ. ജലഗന്ധ പുഷ്പം 3 പ്രാവശ്യങ്ങൾ അർച്ചയിട്ട്
അത്യന്തത്തേന വൈഷ്ണവങ്ങളാകി ഭൂർഭസ്വം തൊട്ട് അമൃതോസ്തനവസം ജലം കൊടുത്ത് നിവേദയാണ് ഹൃദയഭൂഷാണേതം ഭഗവദേവ എന്ന പുഷ്പം അർച്ചിച്ച് നിവേദ്യം നടത്തുക. ഓം പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ. ഒരു പുഷ്പം അർച്ചിച്ചിട്ട് നിവേദ്യം മൂടി വയ്ക്കുക. പൂജയുടെ അവസാനത്തിലാണ് ഗണപതി വിസർഗം ചെയ്യുന്നത്. ഇതാണ് ഗുരു ഗണപതി പൂജ. ഗണപതി വിളക്കിന് ഒരു പുഷ്പമൊക്കെ തൊടുക, അലങ്കാരങ്ങളൊക്കെ ചെയ്യാം. ഇതിന് ശേഷമാണ് ഗുരുഗണപതി പൂജയ്ക്ക് ശേഷമാണ് നമ്മൾ രത്നത്തിൽ പൂജിക്കുന്നത്.